അവരെ നാവ് കൊണ്ട് കത്തിച്ച ആ തീയിൽ നിന്ന് നീ പുറത്തു വരും, നിൻ്റെ കുടുംബം പുറത്തു വരും, നിൻ്റെ തലമുറകൾ പുറത്തു വരും, നിൻ്റെ നന്മകൾ അനുഗ്രഹങ്ങൾ പുറത്തു വരും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നു പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ ആ സമയത്ത് ചില കൽദയർ അടുത്ത് വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി. 3-ാം അധ്യായം 19-ാമത്തെ വാക്യം കൂടെ. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം മുഴുത്ത് ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പിപ്പാൻ അവൻ കൽപ്പിച്ചു. ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചത് ഇങ്ങനെയാണ്: പാസ്റ്ററെ, ഞാൻ വിവാഹം കഴിഞ്ഞ് വന്ന വീട്ടിൽ വന്ന സമയം മുതൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഭർത്താവിനെ പോലെ എനിക്കൊരു സഹോദരിയുണ്ട്. ആ സഹോദരിയെ പോലെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ കിട്ടി. ബന്ധുവാണ്, തൊട്ടടുത്ത് താമസിക്കുന്നവരാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം സന്തോഷമാണ് ആ ബന്ധത്തിലൂടെ അവർ അനുഭവിച്ചത്. എന്നാൽ ആ സഹോദരി പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ പരസ്പരം പങ്കുവയ്ക്കാത്ത ഒരു രഹസ്യങ്ങളുമില്ലായിരുന്നു. എൻ്റെ ഭർത്താവിന് എന്നെക്കുറിച്ച് അറിയുന്നതിലധികം ആ സഹോദരിക്കറിയാം. ഞാൻ പഠിച്ച സ്കൂളിലെ വിവരങ്ങൾ, കോളേജിലെ വിവരങ്ങൾ, എനിക്ക് ഓർമ്മയുള്ളതെല്ലാം ഞാൻ ആ സഹോദരിയോട് പങ്കുവച്ചിട്ടുണ്ട്. അവരും എന്നോട് അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സമയം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളൊക്കെ അങ്ങനെ സമയം ഒരുപാട് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന ചിലരുണ്ട്. നിങ്ങളോടാകട്ടോ, പരിപാടി നിർത്താൻ സമയമായി. ഒരുപാട് സമയം കിട്ടുമ്പോൾ ആ സമയം എന്തിനാണെന്ന് ചോദിച്ചാൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ. ആമേൻ. നമ്മൾ പലർക്കും പറ്റുന്നത് അങ്ങനെയാണ്. സമയമുള്ളപ്പോൾ സംസാരിച്ച് ആ സമയത്തെ വേറെ ഏതെങ്കിലും ഒരു നിലയിലെത്തിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ സമയം കിട്ടുന്നു, എപ്പോഴും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സമയം കിട്ടത്തില്ല. കിട്ടുന്ന സമയം നല്ലതുപോലെ പ്രയോജനപ്പെടുത്തണം. വെറുതെ സംസാരിച്ച് സമയം കളയരുത്. അത് സന്തോഷത്തിൻ്റെ സമയമായിരുന്നാലും ദുഃഖത്തിൻ്റെ സമയമായിരുന്നാലും. ഞങ്ങളുടെ ജീവിതത്തിലും വലിയ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടി വന്നു. ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയ സമയത്ത് ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചു. ഒത്തിരി സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേർ ശുശ്രൂഷകരായും കൂട്ടുകാരായും ഒക്കെ വന്നു സംസാരിച്ചുമൊക്കെ വരും, സംസാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകെട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സംഘടന അങ്ങനെയൊക്കെയുള്ള ചേർന്നുള്ള പരിപാടികൾ, കൂട്ടുകെട്ടിയുള്ള പരിപാടികൾ ഇന്ന് ഒത്തിരി പാസ്റ്റർമാരെ അറിയാമല്ലോ. അതുപോലെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ ആ സമയം ഞാൻ തക്കത്തിൽ പ്രയോജനപ്പെടുത്തി. ഞാൻ ദൈവവചനം പഠിക്കുവാനും ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനും ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ഉപവസിക്കുവാനുമൊക്കെ മണിക്കൂറുകളോളം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പുസ്തകം വായിക്കുവാൻ വേണ്ടി, ബൈബിൾ റിലേറ്റഡ് പുസ്തകങ്ങളല്ല, വായനശാലയിലെ പുസ്തകങ്ങൾ വായിക്കുവാൻ വേണ്ടി ഞാൻ മണിക്കൂറുകൾ, ചില രാത്രികൾ മുഴുവൻ ഞാൻ ഉറങ്ങാതിരുന്ന പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ട് സമയം മാറ്റിവെച്ചു. എനിക്ക് കിട്ടിയ സമയം വലിയ പ്രതിസന്ധിയുടെ സമയമാണ്. ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയ സമയമാണ്. പരിഹസിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സമയമാണ്. ബന്ധുക്കൾ ആരുമില്ല. ഒരു മകനുണ്ട്, അവൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സാമ്പത്തികമായ ഞെരുക്കം, അവൻ ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ 100 പ്രശ്നങ്ങൾ. പക്ഷേ കിട്ടിയ സമയം ഞാൻ ദൈവസന്നിധിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സന്തോഷത്തോടെ എനിക്കായിരിക്കുവാൻ കഴിയുന്നുണ്ട്. ആ സമയം എന്നെ കൂട്ടിന് വിളിച്ച ഒത്തിരി പേർ, അവർക്കും സമയം ലഭിച്ചതാണ്. സംഘടനകളൊക്കെ ആയിട്ട് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പുതിയ സംഘടനകളൊക്കെ ഉണ്ടാക്കിയിട്ട് പാസ്റ്ററെ കൂടെ പിടിക്കും, നമുക്ക് ഈ മന്ത്രിയെ ചാക്കിട്ട് പിടിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകാം. അപ്പോൾ നോക്കി, അങ്ങനെ സമയം പാഴാക്കി കളയരുത് കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന സമയം നല്ലതാകട്ടെ ചീത്തയാകട്ടെ, പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. പ്രിയ സിസ്റ്റർ, ബ്രദർ, സമയം കിട്ടുന്നെങ്കിൽ അത് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. ആ ജോലി കുറച്ച് ദിവസത്തേക്കില്ല, ഇത് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. റെഡിയാണോ? പാസ്റ്റർ ഒറ്റയ്ക്ക് എങ്ങനെ പറ്റും? പ്രൈസർ ഫാമിലി കൂടെ ഉണ്ടെന്നേ. ആമേൻ. അപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു. ആ സഹോദരി എപ്പോഴും തെറ്റി എന്നും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ. പണ്ടാരോ പറയും പോലെ ചട്ടിയും കലമാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. പക്ഷേ ചില തട്ട് വല്ലാത്ത തട്ട, പൊളിഞ്ഞ് പാളിച്ചായി പോവും. അപ്പോൾ പിണങ്ങി. അന്നു മുതൽ നമ്മുടെ ഈ സഹോദരിയുടെ കഷ്ടകാലവും തുടങ്ങി. എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള സഹോദരിയാണ്. അപ്പോൾ എല്ലാം അറിയാമെന്നുള്ളവർക്ക് പറയാനൊക്കെ എളുപ്പമാണ്. കാര്യമായിട്ട് പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ കുടുംബജീവിതം നിന്ന് കത്തുകയാണ്. ആമേൻ. നിന്ന് കത്തുകയാണ്. ചിലരുടെ വാക്കിന് മുമ്പിൽ നിന്ന് കത്തുകയാണ് കുടുംബജീവിതം, മക്കളുടെ ജീവിതം.
തൊഴിൽ, ആത്മീയ ജീവിതം നിന്നോട് തന്നെയാണ്. ആമേൻ. ചിലരുടെ വാക്കിന് മുമ്പിൽ വാക്ക് കൊണ്ടവർ കത്തിച്ച തീയ നിർത്തി ദഹിപ്പിക്കുക. ഇതിൽ തീരും, ഇതിൽ അവസാനിക്കും. അതാ ചിന്തയില്ലേ? റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ? ആ തീയിൽ നീ തീർന്നു പോകുവാൻ. സഹോദരി, അവർ വാക്കുകൊണ്ട് കൊളുത്തിവിട്ട തീയിൽ നിൻ്റെ കുടുംബജീവിതം വെന്ത് വെണ്ണീറാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. നിൻ്റെ ഭർത്താവ് നിന്നെ ഇട്ടിട്ട് പോകും. അവർ പറഞ്ഞ ചില വാക്കുകളാണ്. എന്തിനോ പറഞ്ഞു, ഏതോ ഒരു കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ വച്ചിട്ട് പറഞ്ഞ വാക്കുകളും കേട്ട് കൊളുത്തിവിട്ട ആ തീയെ കർത്താവ് കെടുത്തുവാൻ പോകും. ടാങ്കിലോടെ യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. നിൻ്റെ ജോലി സ്ഥലത്ത് അവിടെ കൊളുത്തിവിട്ട ഒരു തീ, അത് നാളെ കത്തുകയാണ്. നീ അവിടെ നിന്ന് വരിക്കെട്ടി പോകുന്നവരെ അത് കത്തും. അതല്ലേ? അതാ പാസ്റ്റർ. ഇല്ലെന്നേ, നീ ആ തീയിൽ വെന്ത് പോകത്തില്ല. ഓ ആമേൻ. ആ തീയിൽ നീ അവസാനിച്ച് പോകത്തില്ല. നിനക്കൊരു പുറത്തു വരവുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. ഓ ആമേൻ. മകളുടെ ഭാവി ആ വാക്കുകളിൽ ആടി ഉലയുകയാ. ആമേൻ. എന്തായിത്തീരും? നീ സങ്കടപ്പെട്ടായിരിക്കുക. എൻ്റെ മകളുടെ കുടുംബജീവിതം എന്തായിത്തീരും? എൻ്റെ മകൾ ഒറ്റയ്ക്കായി പോകും. നോ, നീ ഭയപ്പെടുന്നത് സംഭവിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ തലമുറയുടെ ഭാവി, അവിടെ ഉള്ള നിലനിൽപ്പ്, ആ ദേശത്തിലുള്ള നിലനിൽപ്പ്, ഇവിടെ നിന്ന് വിറ്റിട്ട് പോകേണ്ടി വരും. അയ്യോ, വല്ലാത്ത ടെൻഷനാണ്. ഈ സഭയും ശുശ്രൂഷയൊക്കെ നിർത്തി പോകേണ്ടി വരും. നോ, ആമേൻ. സഹോദരി കരച്ചിലോട് കരച്ചില്ല. ഞാൻ പറഞ്ഞ സഹോദരി വിഷമിക്കേണ്ട, പ്രാർത്ഥിക്കുക. സഹോദരി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി, ഉപവസിക്കുവാൻ തുടങ്ങി. പ്രഷർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഈ കത്തുന്ന തീയണയ്ക്കാൻ പ്രഷർ ഫാമിലിക്ക് ഇപ്പോൾ ഉപവസിക്കുവാൻ അവസരമുണ്ട്. കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ തുടർമാനമായി ഉപവസിക്കുവാനായിട്ട് തുടങ്ങി. ചില നാളുകൾ കഴിഞ്ഞു. ആ തീ കെട്ടു എന്നല്ല, ആ തീയിൽ ഇവരുടെ കുടുംബജീവിതം ബലപ്പെടുവാനായിട്ട് തുടങ്ങി. ആമേൻ, സ്തോത്രം. ഇത് ചിലരോടുള്ള ദൂത. ചില തീയൊന്നും കിടത്തില്ല, നാവ് കൊണ്ട് കത്തിച്ച് വിടുന്ന തീയൊന്നും അങ്ങനെ കിടത്തില്ല. പക്ഷേ ആ തീ ചിലരുടെ ജീവിതത്തെ, കുടുംബത്തെ ദൃഢപ്പെടുത്തുവാൻ പോവുക, ബന്ധത്തെ ദൃഢപ്പെടുത്തുവാൻ പോവുക. യെസ്, അവരിന്ന് ഹാപ്പി ആയിട്ടിരിക്കുക. ആമേൻ, സ്തോത്രം. നോക്കൂ, ഈ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ച് കേട്ട 2 വാക്യങ്ങളുണ്ട്. ഒന്നാമത്തേതിൽ ഇവരോട് അസൂയുള്ള ചിലർ, ശദ്രക്കിനോടും മേശക്കിനും അബേദ്നെഗോവിനോടും അസൂയുള്ള ചിലർ രാജാവിൻ്റെ അടുത്ത് പോയി മൂട്ടിക്കൊടുക്കുക, തീ കത്തിച്ചു. അവനു അപ്പോൾ ചൂളാളി അങ്ങ് കത്തി. രാജാവിൻ്റെ മുഖഭാവം മാറി. 19ാമത്തെ വാക്യത്തിൽ രാജാവിൻ്റെ മുഖഭാവം മാറി. ഇവരുടെ നേരെ സ്നേഹത്തോടെ നിന്ന രാജാവ് കലിപ്പായി. ആമേൻ. ചിലർ വാക്കുകൊണ്ട് തീ കൊളുത്തിയാൽ നിങ്ങളോട് സ്നേഹത്തോട് നിൽക്കുന്നവരെല്ലാം വിരോധികളായി മാറും. നിങ്ങളില്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നവരൊക്കെ വിരോധികളായിട്ട് മാറും. പക്ഷേ നോക്കി 25ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ തീക്കകത്ത് തീ കെട്ടൊന്നുമില്ല കേട്ടോ, അതങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ കർത്താവ് ഇറങ്ങി നിൽക്കുക. ദൂത സഹോദരി കേൾക്ക്, നിൻ്റെ കുടുംബജീവിതം ചിലർ കൊളുത്തിയ തീയിൽ വെന്ത് വെണ്ണീറാക്കി പോകാതിരിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ഇറങ്ങി നിൽക്കും. മക്കളെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അവർ കത്തിച്ച തീയിൽ നിങ്ങൾ തീർന്നു പോകാതിരിക്കുവാൻ എൻ്റെ ദൈവം ഇറങ്ങി നിൽക്കും. ബ്രാദർ കേൾക്ക്, ആ തൊഴിലിടത്തിൽ എൻ്റെ ദൈവം ഇറങ്ങി നിൽക്കും. ആ കുടുംബ കോടതിക്കകത്ത് എൻ്റെ ദൈവം ഇറങ്ങി നിൽക്കും. നിൻ്റെ ബിസിനസ്സിൽ എൻ്റെ ദൈവം ഇറങ്ങി നിൽക്കും. ഓ ഷബറ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ആ തീയിൽ നീ അവർ വിചാരിക്കുന്നത് പോലെ വെന്ത് വെണ്ണീറാകത്തില്ല, നീ നശിച്ചു പോകത്തില്ല. എൻ്റെ ദൈവം ഇറങ്ങി നിൽക്കും. ഓ സ്തോത്രം. അങ്ങനെ അവരുടെ വാക്കിന് മുനയിൽ നിൻ്റെ കുടുംബജീവിതം തകരത്തില്ല, ഉറപ്പാണ്. ആമേൻ. നിങ്ങൾ ചോദിക്കുക, എന്താ ഉറപ്പ്? പ്രാർത്ഥന, ഉപവാസം തന്നെ ഉറപ്പ്. റെഡിയാണോ? പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് ആ തീക്കകത്ത് ബന്ധങ്ങളെ ദൃഢപ്പെടുത്തുവാൻ, അവർ കണ്ട് അസൂയപ്പെടും വിധത്തിൽ കോൺടാക്ട് ചെയ്തോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രഷർ ഫാമിലിക്ക് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. അതുപോലെ എല്ലാ ദിവസങ്ങളിലും രാവിലെ വൈകുന്നേരവും വചന ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമല ചാമവിള പ്രഷർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് പരിശുദ്ധാത്മ നിറവിലുള്ള ആ ദൈവിക നിറവും ദൈവികമായ വിടുതലും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു ആത്മീയ ആരാധനയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കണ്ടടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. നാവ് കൊണ്ട് കൊളുത്തപ്പെട്ട
ചില തീ, അസൂയാലുക്കൾ കൊളുത്തിയ ചില തീ. ഇവർ സന്തോഷത്തോടെ ഇരിക്കരുത്, ഇവരുടെ ജീവിതത്തിലൊരു സ്വസ്ഥത ഉണ്ടാകരുത്, മക്കൾ അനുഗ്രഹിക്കപ്പെടരുത്, അവരുടെ ഭാവി നന്നായിരിക്കരുതെന്ന് കണ്ടറിഞ്ഞ് കൊളുത്തിയ തീകൾ. ആ തീക്ക് മധ്യത്തിൽ ഇവരുടെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങ് ഇവർക്ക് വേണ്ടി ഇറങ്ങി നിൽക്കണമേ. ശത്രുവിൻ്റെ ആലോചനകളെ സ്വർഗം അങ്ങ് തകർക്കണമേ. ഓ സ്തോത്രം. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. കോടതി നടപടികളിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. ജോലി സ്ഥലത്ത് ഇവർ അനുഭവിക്കുന്ന സ്ട്രഗിൾ മാറിപ്പോ. ചിലരുടെ വാക്കുകൾ കേട്ട് ഇവർക്ക് ജോലി നൽകുന്നവർ ഇവർക്ക് വിരോധമായി തീരുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. ചിലരുടെ വാക്ക് കേട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുന്ന അവസ്ഥകൾ മാറിപ്പോകട്ടെ. മക്കളെ പലരുടെയും വാക്ക് കേട്ട് മാതാപിതാക്കൾ വെറുക്കുന്ന അവസ്ഥകൾ, മാതാപിതാക്കളെ മക്കൾ പലരുടെയും വാക്ക് കേട്ട് വെറുക്കുന്ന അവസ്ഥകൾ മാറട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളും മാറട്ടെ. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകട്ടെ. കടഭാരങ്ങൾ, പലിശക്കടങ്ങൾ, ജപ്തി നടപടികൾ മാറിപ്പോകട്ടെ. വിദേശ രാജ്യങ്ങളിലേക്ക് വഴികൾ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഇവരെ സപ്പോർട്ട് ചെയ്യുവാനും കരം പിടിച്ചെത്തിക്കുവാനും തക്കവണ്ണം സഹായികളെ എഴുന്നേൽപ്പിക്കണമേ. സ്വർഗം ഇവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ. സ്തോത്രം. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. മത്സര പരീക്ഷകൾ എഴുതിയായിരിക്കുന്നവർ നല്ല സ്കോറുകൾ ലഭിക്കട്ടെ. രാജ്യങ്ങളെ ഇവർ കീഴടക്കട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ഇവരിലെ രോഗികൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങളും മാറിപ്പോട്ടെ. ഡിപ്രഷനുകൾ മാറട്ടെ. ഉറക്കമില്ലായ്മകൾ മാറട്ടെ. വസ്തുവകളുടെ വിൽപ്പനകളും വാങ്ങലുകളും നടക്കട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ് സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, ഞങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ മിനിസ്ട്രിയെക്കുറിച്ച് ഈ മെസ്സേജുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് പറയുക. പ്രേസർ ഫാമിലിക്കൊപ്പം അവരെയും ചേർത്ത് നിർത്തുക, നിങ്ങളും ചേർന്ന് നിൽക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാപിക്കാവുന്നേ. അവർ കണ്ട് ലജ്ജിക്കും വിധത്തിൽ അവിടെ നശിച്ചു പോകാതെ, വെന്ത് വെണ്ണീറാകാതെ നമുക്ക് ഉയർന്നു നിന്ന് പ്രാപിക്കാം. അവസരമുണ്ട്. ഉപവാസങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് നാളെ ദൈവമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രേസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രേയർ. ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.